നിമിഷം സ്വർഗീയ നിമിഷം മാലാഖമാർ ചേരും നിമിഷം ഈ നിമിഷം സ്വർഗീയ നിമിഷം മാലാഖമാർ ചേരും നിമിഷം ആരാധ്യനാഥൻ അണയുന്ന നേരം അനുഗ്രഹദായക നിമിഷം ആരാധ്യനാഥൻ അണയുന്ന നേരം അനുഗ്രഹദായക നിമിഷം ആരാധനാ സ്തുതിയേശുവേ ആരാധനാ സ്തുതിയേശുവേ ആരാധനാ സ്തുതിയേശുവേ ആരാധനാ സ്തുതിയേശുവേ. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 30-31 തിരുലിഖിതങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഞാനും നിങ്ങളും കർത്താവിന്റെ നടത്തിപ്പിൽ സന്തോഷിക്കുന്നൊരു പൈതലാണെങ്കിൽ ഞാനും നിങ്ങളും ശക്തി പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ. ഭൂമിയിലെ രാജാക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭൂമിയുടെ അധിപന്മാരെ വിറകൊള്ളുവിൻ. ഭയത്തോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, വിറയലോടെ നമ്മുടെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ദൈവിക കാര്യങ്ങളിൽ മന്ദതയോ മരവിപ്പോ ആത്മീയമായ ശുഷ്കാന്തിയോ മങ്ങിപ്പോയിട്ടുള്ളവർ ഇപ്പോൾ ദൈവികമായ ഉണർവിന് വേണ്ടി വിറയലോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവ ശുശ്രൂഷയിരിക്കുന്നു വിറയലോടെ, ദിനം പ്രതി വിറയലോടെ കർത്താവിന് ശുശ്രൂഷയാൻ തക്കവണ്ണം ഹൃദയങ്ങളെ ഒരുക്കട്ടെ. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവികമായ കൃപാവരങ്ങൾ ഉജ്ജ്വലിക്കട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഇടിമിന്നൽ പോലെ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. കർത്താവെ, ആത്മീയ മേഖലയിൽ വന്നതിന് അപജയങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. കർത്താവെ, താൻപോരിമഭാവം, താന്തോന്നിത്തം, വഷളത്വം, അബദ്ധങ്ങൾ, മൂഢത, തന്നിഷ്ടം, ഐകാധിപത്യ സ്വഭാവം, ഈ മേഖലകളിൽ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പീഡക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കർത്താവെ, തഴക്കദോഷങ്ങളുടെ ആധിപത്യങ്ങൾ നസ്രയുടെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ വിട്ടുവയ്ക്കണമേ കർത്താവെ. തളർന്നിരിക്കുന്നവർ പുതുജീവൻ പ്രാപിക്കട്ടെ കർത്താവെ. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ കണ്ണുനീരിന്റെ അർത്ഥമെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മീയ പ്രകാശം ലഭിക്കട്ടെ. കിടക്കയിൽ രോഗികളായി കിടക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കർത്താവിന്റെ നാമത്തിന്റെ വിടുതൽ കർത്താവ് അഭിഷേകമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധനാ സ്തുതിയേശുവേ ആരാധനാ സ്തുതിയേശുവേ ആരാധനാ സ്തുതിയേശുവേ. എൻ്റെ വീട് ചാലക്കുടി, താമസിക്കുന്നത് കോഴിക്കോട്. എൻ്റെ സൂക്കേട് വയറിൻ്റെ ഈ സൈഡ് 5 വർഷമായി സുഖമില്ലാണ്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കണത്. പിന്നെ എനിക്ക് മടുത്തു, ഡോക്ടറെ കാണണ്ട, പേടി വന്നു. എൻ്റെ വേറെ എന്തെങ്കിലും ആണാവോന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ മരുന്ന് കഴിക്കില്ല. അങ്ങനെ അടുത്ത് എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി എന്നോട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥനാലയത്തിൽ വന്ന് ഞാൻ 4 ദിവസം പ്രാർത്ഥന ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ചു. എൻ്റെ ഈ സൈഡിൻ്റെ ഇവിടെ ഇങ്ങനെയാണ് വേദന. 5 വർഷം ഞാൻ മരുന്ന് കഴിച്ചു. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്താണാവോ ഈ വേദന എന്ന്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ കൂടി എൻ്റെ വേദന ദൈവം ഇന്നലെ സൗഖ്യമാക്കി തന്നു. ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല, ഇപ്പൊ വേദനയില്ല. 5 വർഷമായി ഇടതടവില്ലാതെ അനുഭവിച്ചിരുന്ന വേദനയാണ് ഇന്നലെ ആരാധനയുടെ സമയത്ത് ഈശോ എടുത്ത് സുഖപ്പെടുത്തിയത്. ആ ക്ഷണം തൊട്ട് പിന്നെ ഒരു തരി വേദന സഹോദരിക്ക് ഇപ്പം അനുഭവപ്പെടുന്നില്ല.
പൂർണ്ണമായൊരു സൗഖ്യത്തിന് അനുഭവം തോന്നുന്നുണ്ടോ ഇപ്പൊ? നല്ല സന്തോഷം തോന്നുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ഈ തലയുടെ ശിരസ് വേദന ഉണ്ടായിരുന്നു. ആ വേദന, പിന്നെ ഭയങ്കരമായ വേദന. ഈ വേദന വരുമ്പോ ആരെ ചെന്ന് പിടിക്കണ്ടേന്ന് അറിയില്ല. ഓടും ഞാൻ കിടന്നിട്ട്. വീട്ടിൽ ആരില്ലെങ്കിൽ മക്കളെ വിളിക്കും. ജോലി സ്ഥലത്താണെങ്കിൽ അവർ ഓടി വരും എൻ്റെ അടുത്തേക്ക്. ഞാൻ ഫോൺ ചെയ്ത് പറയും, മക്കളെ അമ്മയ്ക്ക് തലവേദനയാണ്, നിങ്ങൾ ഓടി വരണേന്ന് പറയും. ഞാൻ പറയും, വാതിലടച്ചിട്ട് ഞാൻ കുറ്റിയിട്ടിട്ടില്ല, ഞാൻ തന്നെയാണ്, നിങ്ങൾ വേഗം വരണേന്ന് പറയുമ്പോഴേക്കും ഞാൻ വീണ് ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താ നടക്കണേന്ന് പോലും എനിക്കറിയാൻ കഴിയില്ല. ഇവര് വന്ന് എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വാതിൽ തുറക്കാൻ കഴിയില്ലല്ലോ. പിന്നെ പല്ലും നാവൊക്കെ കടിച്ച് ഈ വശം ചിലപ്പോൾ കോടി നിൽക്കും, കൈയും കാലൊക്കെ വിറയ്ക്കും. ഈ തലവേദന ശിരസിന്ന് വരുമ്പോ ഇങ്ങനെ വേദന ഇങ്ങനെ വരില്ല. ഈ വേദനകൾ വരുമ്പോ എവിടേക്കാ ഓടണ്ടേ? ബസിന്റെ ഉള്ളിലേക്ക് ഓടണോ? ആൾക്കാരെ ചെന്ന് പിടിക്കണോ? ആ നേരത്തെ എന്താ തോന്നാന്ന് അറിയില്ല. അപ്പൊ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പോയി കണ്ടു. അവർ പറയും കുഴപ്പമില്ല എന്ന്. പിന്നെ ഞാൻ പല ചികിത്സകളും ഈ തലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യും. ഈ വേദന എനിക്ക് കുറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് പ്രാർത്ഥനയില് മിനിഞ്ഞാന്ന് എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് പകുതി വേദനയും ഈ തലയിലത്തെ വേദനയും പോയി. പിന്നെ എനിക്ക് പേടിയും ഭയം ഉണ്ടായിരുന്നു. അതും ദൈവം എനിക്ക് സൗഖ്യമാക്കി തന്നു. ദൈവത്തോട് നന്ദി, ദൈവത്തോട് സ്തോത്രം. കൈയടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം.